ഹായ് ഗായ്സ്, എല്ലാരും കാത്തിരുന്ന കുറച്ച് ഹൈപ്പ് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ കളങ്കാവലിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെ, വിനിച്ചേട്ടനെയൊക്കെ ചാടി നിൽക്കുകയാണ് റിവ്യൂ പറയാൻ. ചാടിയൊന്നും നിൽക്കുന്നത് തിയേറ്ററിൽ ഉറങ്ങിയപ്പോഴൊന്നും റിവ്യൂ പറയണമെന്ന് വിചാരിച്ചിറങ്ങിയത് അങ്ങനെയല്ല. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു പടത്തിന്. നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. വിനായകനും മമ്മൂട്ടിയും തമ്മില് മമ്മൂട്ടിക്ക് ഒരു നെഗറ്റീവ് റോള് എന്നുള്ള രീതിയിലൊക്കെ മാത്രമല്ല, ഈ എവരുടെ ഈ മമ്മൂട്ടി കമ്പനി തന്നെ നല്ല പുഷ് ചെയ്തിട്ടുണ്ട്, പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രൊമോഷൻ ചെയ്യുന്ന സിനിമകളിൽ എനിക്ക് വിശ്വാസം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. എന്നാലും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഈ സംഭവം കഥ നേരത്തെ ഞാൻ ബാബു രാമചന്ദ്രന്റെ സംഭവം ഇല്ലേ ഇവരുടെ ഇതിൽ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. ഈ സൈനൈഡ് മോഹന്റെ ഒക്കെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഹാഫ് ഏതാണ്ട് അത് തന്നെ ബാബു രാമചന്ദ്രൻ പറയണ അതേ സാധനം ഞാൻ വിഷ്വലി കണ്ടുകൊണ്ടിരിക്കുക. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അതാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു എക്സ്പെക്ടേഷന്റെ ഇതിലായിരിക്കും ചിലപ്പോ അത്ര ഒരു ആവറേജ് മൂവി പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇത്തിരി ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും കുറച്ച് കൂടുതൽ പ്രതീക്ഷിച്ചു. നമ്മള് തിയേറ്ററിൽ ഇരുന്നപ്പോഴ് എനിക്ക് ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്ലോ ജോണർ. നമുക്ക് മറ്റേ നമ്മുടെ മമ്മൂക്കയുടെ തന്നെ വേറൊരു പടം ഉണ്ടല്ലോ, നൻപകൽ നേരത്തെ മയക്കം, അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ഈ ഒരു സ്ലോ പേസിങ് അങ്ങനെ അങ്ങോട്ട് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വേറൊരു ടൈപ്പ് സിനിമയാണ്. നമുക്ക് ഇത് റിപ്പീറ്റേഷൻ ആണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് നമ്മൾ കാണുമ്പോൾ തന്നെ റിപ്പീറ്റേഷൻ ഇങ്ങനെ കറങ്ങി ഇരിക്കണോണ്ട് ആ ഒരു ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. ഒരു സിനിമ എന്ന് വെച്ചാൽ ഈ സിനിമ അങ്ങനെയാണെന്നുള്ള രീതിയിൽ അങ്ങ് കണ്ടാൽ മതി, എങ്കിൽ ഓക്കെയാണ്. പിന്നെ എനിക്ക് നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ ഇപ്പം ഇങ്ങനെ ഒരു സൈക്കോ കില്ലർ അങ്ങനത്തെ ജോണർ പടങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മിക്ക സിനിമകളിൽ അവസാനമായിരിക്കും കില്ലറിനെയൊക്കെ അറിയുന്നത്. ആ ഒരു ക്യൂരിയോസിറ്റിയും കൂടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവും. അവസാനം വരെ അങ്ങനെ ആരാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതിൽ തുടക്കത്തിലെ ഇത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് അറിയാം, പുള്ളി ഇതിന്റെ സ്റ്റോറി ആണെന്നുള്ളത്. ആ ഒരു ഇതും കൂടെ ആണെന്ന് തോന്നുന്നു. അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഡയറക്ടറിന് പറ്റിയില്ല എനിക്ക് തോന്നുന്നു. അല്ല, ഇത് ആദ്യമേ നമുക്ക് എല്ലാം അറിയാന്നുള്ളതുകൊണ്ട് ഈ ത്രില്ലറിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റാന്വേഷണം എന്നിട്ട് എങ്ങനെ അതിലേക്ക് എത്തുന്ന അങ്ങനെയാണല്ലോ അതിന്റെ ക്യൂരിയോസിറ്റി. അത് നമുക്ക് ആദ്യമേ അറിയാം. പിന്നെ ഇങ്ങനെയാണ്. പിന്നെ മമ്മൂട്ടിയുടെ ഒരു ഇതുണ്ടല്ലോ, ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ആക്ടർ ആയതുകൊണ്ട്, വലിയൊരു സ്റ്റാർ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഇവര് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഇതൊരു സാധാ ഒരു ത്രില്ലർ പടം, സാധാ സൈനൈഡ് മോഹന്റെ പടമായിട്ടല്ല ഇത്. മമ്മൂട്ടി ആക്ടർ ഒരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് തരത്തിലുള്ള ഒരു കോംപ്രമൈസേഷൻ ഉണ്ട്. തോന്നി എനിക്ക് ഈ പറഞ്ഞ കണക്ക് ഈ സ്റ്റോറിയൊന്നും എനിക്ക് അറിയത്തില്ല. നീ സൈനൈഡ് ഇതിന്റെ ആരെയാണ് പുള്ളിക്കാരൻ, അതൊന്നും എനിക്ക് അറിയുന്നൂടായിരുന്നു. എന്നെ സംബന്ധിച്ചിട്ട് ഇതൊരു ഓക്കെ ഫ്രഷ്, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. എനിക്ക് അങ്ങനെ ഒരു ബോറടിയോ പറഞ്ഞ കണക്ക് നേരത്തെ പറഞ്ഞ കുറച്ച് റിപ്പറ്റേഷൻ സാധനങ്ങളുണ്ട്. അവിടെ എത്തുമ്പോൾ നമുക്ക് അറിയാം ഇത് ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്നുള്ളൊരു സാധനം നമ്മളെ മൈൻഡിലുണ്ട്. അല്ലാതെ എനിക്കിങ്ങനെ ഭയങ്കര ബോറായിട്ടോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിട്ട് എന്നെ പിടിച്ചിരുത്തിയ ഒരു സാധനം തന്നെയാണ്. അങ്ങനെ വലിയൊരു മോശം എന്നൊന്നും തോന്നിയിട്ടില്ല. ഇത് മോശമെന്നല്ല, ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയിരുന്നു. നമ്മളുടെ ഒരു ഹൈപ്പിന് മറ്റേ പ്രതീക്ഷ ഭയങ്കര ഹൈപ്പ് തന്നു. ഭയങ്കര ഹൈപ്പ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൂഡ് ഒരു 2005 ആ ഒരു ഫീലാണ്. അതൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രം സ്ലാങ് അത് ഭയങ്കര അപ്രീഷ്യബിൾ ആണ് കേട്ടോ. നല്ലൊരു പ്രോപ്പർ ട്രിവാൻഡ്രം സ്ലാങ്. പിന്നെ ഈ സ്ഥലം അവര് വെച്ചതും കൊള്ളാം. ഈ കോട്ടായി കോണോ എന്നാണ് പറയുന്നത്. അതല്ല, ഈ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കോണം എന്നുള്ളത് ഇവിടെ മാത്രമേ ഉള്ളാം. പൗടി കോണം, ജാങ്കോട്ട് കോണം, വേറെ നാട്ടിലൊന്നും ഈ കോണം ചേർക്കില്ല, ഇവിടെ മാത്രമേ കോണങ്ങളുള്ളൂ. അപ്പൊ കറക്റ്റ് അത് നോട്ടീസ് ചെയ്ത് അവര് കറക്റ്റ് ആ ഒരു സ്ഥലത്ത് പ്ലേസ്, അതൊക്കെ ഭയങ്കര അത് ഈ സ്ലാങ് ഉണ്ടല്ലോ, അത് വല്ലാത്ത ഒരു സാധനം തന്നെ. അതല്ല, അത് മമ്മൂട്ടിക്ക് ഈ സ്ലാങ് പിടിക്കുന്നതിന് അതല്ലടാ, സ്ലാങ് പിടിക്കാം, പക്ഷെ ഇത്രയും ഒരു സാധാരണ അതാണ് അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞത്. സാധാരണ നമ്മളിപ്പം തിരുവനന്തപുരത്ത് നടക്കണ ആൾക്കാര് അഭിനയിക്കാൻ അപ്പുറത്തുള്ള ഒരു
തിരുവനന്തപുരത്ത് ഇല്ലാത്ത ആൾക്കാർ ആര് ചെയ്താലും അത് കുറച്ച് അത്രയും വൃത്തികേടാവൂടാ. റിയലിസ്റ്റിക് ആയിട്ട് ചെയ്താലും ചുമ്മാ എന്തര് കുന്തരെന്നും പറഞ്ഞ് അങ്ങ് അലമ്പായി കളയും. പക്ഷെ പുള്ളി പുള്ളി പിടിച്ചിരിക്കണം. അത് അഭിനയം മാത്രമല്ല, പുള്ളി ഒബ്സർവ് ചെയ്തതും ആ ഒരു സ്ലാങ് ഇങ്ങനെയാണ്. അതൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു സ്വർണ്ണപ്പണിക്കാരനായിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അത് പ്രോപ്പറായിട്ട് അങ്ങനെ ചെയ്തത് കറക്റ്റ് ആയിട്ട്. മറ്റേ വീട്ടിലെ നമ്മളെവിടെയൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്ന ഒരാൾ അതേപോലെ ഇരുന്ന്. അത് മാത്രമല്ല, എനിക്ക് ഒരു ബ്രോക്കറിന്റെ സീനുണ്ട്, അതും തന്നെയായിരുന്നു. അത് കറക്റ്റ് അണ്ണാന്നൊക്കെ വിളിച്ചിട്ട് കറക്റ്റ്, അതും കറക്റ്റ്. അത് സ്ലാങ് പൊളി. ആ ഒരു മോഡുലേഷൻ, അത് ആ ഒരു ത്രൂ ഔട്ട് മൂവിയിൽ തന്നെ അത് പിടിച്ച് ചിലവർക്കൊക്കെ ചില സമയത്ത് അതങ്ങ് പോകും. ചില ഇമോഷണൽ സീനോ വേറെന്തെങ്കിലും സീനൊക്കെ വരുമ്പോഴേ അത് കയ്യിൽ നിന്ന് പോകും. പക്ഷെ പുള്ളി അത് പിടിച്ചത് ആ രീതിയിൽ അങ്ങ് പോയി. അത് അപ്രീഷ്യബിൾ ആണ്. ഇതിലെനിക്ക് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഈ മമ്മൂക്ക പ്രേമത്തിനേക്കാൾ സ്ത്രീകളെ വശീകരിക്കാനുള്ള 101 വഴികൾ മമ്മൂട്ടി ചെയ്തിട്ട് അല്ലേ, അതല്ലേ എന്ന് റെപ്പറ്റീഷൻ ആയിട്ട് നിനക്ക് തോന്നിയത്? എനിക്ക് അതാണ് തോന്നിയത്, ഇങ്ങനെ വശീകരിക്കാം. എനിക്ക് അതിലൊക്കെ കുറച്ചുകൂടെ ഇങ്ങനെ എക്സിക്യൂഷന്റെ കുറെ എന്തൊക്കെയോ എനിക്കെന്തോ ഒരു സംഭവമായിട്ട് തോന്നി, ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. എന്ന് വെച്ചാല് ഇപ്പം ഒരു പ്രോപ്പറായിട്ട് ഒരു പ്രേമത്തിനെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇത്രയും ആക്ട്രസിനെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഒരു ഡെപ്തില് എന്താണ് ഇതിന്റെ പ്രോസസ്, ഇമോഷണൽ കണക്ഷനും കുറച്ചൊരു ഡെപ്തിൽ ഇത് എന്താണ് ഈ പുള്ളിയുടെ സാധനം ഭയങ്കര ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണ് ഈ സൈനൈഡ് മോഹൻ. അപ്പൊ അത് പുള്ളിയുടെ ഈ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതൊന്ന് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ഭീകരത ഒന്ന് നോർമൽ ആയിട്ടിരിക്കുന്ന ഒരാള് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ വശീകരിക്കുന്ന ഒരു സംഭവമാണ്, പെടുത്തുന്നതാണ് എന്നുള്ളൊരു സാധനം. അത് കുറച്ചൊരു ഡെപ്തില് ഒരു സാധനം പ്രോപ്പറായിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ ചുമ്മാ സംസാരത്തിൽ കൂടെ തന്നെ ചിലപ്പോൾ നമുക്ക് പേടിപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കാണിച്ചത് കുറച്ചുകൂടെ നന്നായാണ് എനിക്ക് തോന്നുന്നു. ഇത്രയും കുറെ ആക്ട്രസിന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, കുറെ പേര് വരും. അപ്പം അതിലെന്തോ എനിക്ക് അത് ഭയങ്കര എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ POVയിലല്ലേ പോകുന്നത്, കഥ പോകുന്നത് സബ്ജക്റ്റീവാണ്. അപ്പോഴ് നമുക്ക് ഈ പുള്ളിയുടെ ഇതുണ്ടല്ലോ, പുള്ളിയിൽ ഇത്രയും വില്ലനും ഇത്രയും ക്രൂവലായിട്ടുള്ള ഒരാളുടെ ഒരു ഇത് നമുക്ക് അനുഭവപ്പെടൂല. അവസാനമൊക്കെ ആകുമ്പോൾ നമുക്ക് പുള്ളി എങ്ങനെ രക്ഷപ്പെടണോന്നൊക്കെ ഫീൽ ചെയ്യുള്ളൂ. അങ്ങനത്തെ രീതിയിലാണ് ഇത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴേ അതിൻ്റെതായിട്ടുള്ള ഈ ഹീറോ മമ്മൂട്ടി ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് ഇതില്, നല്ല പ്രശ്നമുണ്ട്. അല്ല, അത് സത്യമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു കുറച്ചുകൂടെ ഒരു അപ്കമിങ് ഇങ്ങനെ പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ആക്ടറൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് ഈ റോഡ് ചിലപ്പം വേറെ രീതിയിലാവുമായിരുന്നു. പക്ഷെ ഈ സിനിമ ഓടണമെങ്കിൽ മമ്മൂട്ടി തന്നെ വേണം, അല്ലാതെ വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പം അത്ര ക്ലിക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, നമുക്ക് ഈ ഇപ്പൊ ഇവരുടെ പ്രൊമോഷൻസ് കൊണ്ട് കുറച്ച് ഓവർ ഹൈപ്പ് ആയിപ്പോയി. അപ്പൊ ഈ സിനിമയെ കുറിച്ച് എബവ് ആവറേജ് ക്ലിക്ക് ആണ്. അപ്പൊ അതിന് നമുക്ക് അങ്ങനെ അത് അവിടെ വരെ കൺവിൻസ് ആവാത്തത് ഈ ഹൈപ്പ് കൊണ്ടാണ്. അപ്പൊ അത് ആൾക്കാർ ഇനി പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സജഷൻസ്, പോകുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നം വരൂലെന്ന് തോന്നുന്നു. അല്ല, പോകുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ കുറച്ചൊക്കെ ഒരു ഇത്. ഇപ്പൊ നമ്മള് ഒരു ഫസ്റ്റ് FDFS ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ആ ഒരു എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഹൈപ്പുള്ള പടമായിരുന്നു. ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനായകൻ നായകൻ, മമ്മൂട്ടി പ്രതിനായകൻ എന്നൊക്കെ നായകൻ. അത് സത്യം. ഈ നായകൻ എന്ന് പറഞ്ഞാൽ അത് അവരാരും അവരൊന്നും അല്ല പ്രൊമോട്ട് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കുന്നവരില്ല, അവരാണ് ഈ നായകൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽസ് ഈസ്റ്റർ എഗ്. അപ്പോഴ് പുള്ളി അങ്ങനെയൊക്കെ വന്ന് നമുക്ക് സിനിമ ലവറിന് ഭയങ്കര രീതിയിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ഡേ കാണാനും ഇതെങ്ങനെ ഇരിക്കുമെന്ന്. പിന്നെ മമ്മൂട്ടി ചെയ്യാത്തൊരു സാധനവും, കാരണം വില്ലൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു മമ്മൂട്ടിയുടെ ഈ മമ്മൂക്ക വില്ലൻ ആവുന്ന ജോണറുണ്ട്. അതൊരു ഭയങ്കര എല്ലാ സിനിമകളും കിടിലാണ്. വിധേയനായാലും ബ്രഹ്മയുഗമായാലും പിന്നെ മുന്നറിയിപ്പ് പിന്നെ ഇത് പാലേരി മാണിക്ക. അപ്പൊ അതിന് ആ ഒരു ജോണറുണ്ട്. അത് ഭയങ്കര ഇഷ്ടമുള്ള, അത് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി അതില് എക്സൽ എന്ന് വെച്ചാൽ പുള്ളി ഒരു വേറെ ആളുടെ കാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചെയ്തു വയ്ക്കും. അങ്ങനത്തെ ഒരു സാധനമാണ്.
പക്ഷെ അതും കൂടെ കേട്ടപ്പോഴും പിന്നെ വില്ലൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സീരിയൽ കില്ലിങ്, സൈക്കോപാത്ത് അങ്ങനത്തെ ഒരു സാധനം, ഇത് സൈനൈഡ് മോഹന്റെ കഥയാണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി വരും, ഇത് എങ്ങനെയായിരിക്കും പുള്ളി ചെയ്യണേന്നൊരു ക്യൂരിയോസിറ്റി വരും. അങ്ങനെ പോയി നമുക്ക് കാണുമ്പോഴൊരു ഇത് കൂടെ മേലിൽ വേണമെന്ന് നമുക്ക് തോന്നുന്നു. ഇതൊരു ഡീസന്റ് വാച്ചാണ്, ഒരു ഒരു വേറൊരു രീതിയിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു തോന്നലുള്ളതുകൊണ്ട് ഇങ്ങനെ തോന്നി. മൊത്തത്തില് സിനിമ കൊള്ളാം, നല്ലൊരു പടമാണ്. ആണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയായിരിക്കും സിനിമ. ഇത് ആൾക്കാരുടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു ഇത്രയും ആലോചിച്ച് കാണൂല. കാരണം ചിലപ്പം ഇതൊരു നല്ലൊരു സിനിമ ആയിട്ടായിരിക്കും കാണുന്നത്. നമുക്ക് പക്ഷെ ഫീൽ ചെയ്തത് ഇങ്ങനെയാണ്. ഫീൽ ചെയ്തത് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ഇതെന്തായാലും എനിക്ക് തോന്നുന്ന ഒരു എബോ ആവറേജ് ലുക്ക് ആയിട്ട് തന്നെ ഹിറ്റ് ആവും. സിനിമ ഹിറ്റും ആവും. ഇത് മമ്മൂട്ടിക്കുള്ള ഈ 2025 കുറച്ച് അപ്രിസിയേഷൻ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അതും കൂടെ കിട്ടി വാങ്ങി പോവും. കാരണം പുള്ളി ഇത് ഒരു സൂപ്പർ സ്റ്റാറിനെയും ഒരു സാധാരണ ഒരു ഇതിനെ വെച്ച് ഇങ്ങനത്തെ റോളൊന്നും അങ്ങനെ ചെയ്യൂല. അങ്ങനത്തെ രീതിയിലായിരിക്കും, പണ്ടും അങ്ങനെയാണ്, അങ്ങനത്തെ രീതിയിലായിരിക്കും അപ്രിസിയേഷൻ കിട്ടണമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലും എല്ലായിടത്തും ഭയങ്കര രീതിയിൽ ചർച്ചയാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും സിനിമ കണ്ടിട്ടില്ലാത്തവര് തിയേറ്ററിൽ തന്നെ പോയി കാണുക. വേറെ ഒരു എന്ന് വെച്ചാൽ ഭയങ്കര ഹൈപ്പ് കൂടി അമിത പ്രതീക്ഷയിൽ പോവാതെ ഒരു ഡീസന്റ് വാച്ച്, ഒരു എബോ ആവറേജ്, ഒരു സ്ലോ ജോണറാണ്. അത് മനസ്സിലാക്കി. പക്ഷെ ഗ്രിപ്പിംഗ് ആണ് കേട്ടോ, ഗ്രിപ്പിംഗ് ആണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഹൈ മൊമെന്റ്, ലോ മൊമെന്റ്, ഹൈ മൊമെന്റ് അങ്ങനത്തെ ഇങ്ങനെ ഒരു ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് പോകുന്ന ഒരു പടമൊന്നുമില്ല. നമ്മൾ ആ ഒരു ഇതിൽ വേണം പോയിരുന്ന് കാണാം, ആ ഒരു മൂഡിൽ വേണം പോയിരുന്ന് കാണാം. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഈ സിനിമയെ പറ്റി തോന്നിയത്. അപ്പൊ എന്തായാലും നിങ്ങൾ പോയി കാണുക. എന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അതിന്റെ കാര്യം കമന്റ് അറിയിക്കുക. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറയുക. പിന്നെ ഓവർ ഹൈപ്പ് ഇപ്പൊ എന്തായാലും നമ്മൾ കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഒന്ന് കണ്ടു നോക്കി, മമ്മൂട്ടി ഡാൻസ് എന്ന് പറയണ്ട, അല്ല ഇനി ഒന്ന് കണ്ടു നോക്കിയിട്ട് വരിക. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഇനി വേറൊരു സിനിമയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പൊ അതുവരേക്കും ബൈ.